വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. അഫാനെ മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യും. അതേസമയം ഷമീനയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 14 പേരിൽ നിന്നായി 65 ലക്ഷം രൂപയാണ് അഫാനും ഉമ്മ ഷമീനയും കടം വാങ്ങിയത്. കടം വീട്ടാൻ മറ്റൊരു കടം. ഇതിനു പുറമെ കടക്കാർ നിരന്തരം പണത്തിനായി കുടുംബത്തെ ശല്യപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് കൂട്ടാത്മഹത്യ ചെയ്യാൻ കുടുംബം ഏറെ നാളായി ആലോചിച്ചിരുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നതോടെയാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് കടന്നത്. കടത്തിനു കാരണം അഫാന്റെ ഉമ്മ ഷമീനയാണെന്ന് പിതാവിന്റെ ഉമ്മയായ സൽമ ബീവി നിരന്തരം കുറ്റപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് അമ്മയെ ആക്രമിച്ച ശേഷം സൽമ ബീവിയെ കൊലപ്പെടുത്തിയതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. അതേസമയം അഫാന്റെ പെൺസുഹൃത്ത് ഫർസാനയോട് വിരോധമില്ലായിരുന്നുവെന്നും താൻ മരിച്ചാൽ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നും അഫാൻ മൊഴി നൽകി. ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് കൊലപാതക വിവരങ്ങൾ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസിന് മൊഴി നൽകി. അതേസമയം ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷമീനയുടെ മൊഴി നെടുമങ്ങാട് മജിസ്ട്രേറ്റ് എത്തി രേഖപ്പെടുത്തി. കട്ടിലിൽ നിന്ന് വീണതാണെന്നാണ് ഷമീന റഹീമിനോട് പറഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് അഫാന്റെ വാപ്പ റഹീമിന്റെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.